സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഉത്തരാഖണ്ഡിൽ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വർഗീയത പുതിയ അതിരുകൾ തേടി പോകുന്നതായാണ് വാർത്തകൾ സൂചന തരുന്നത്. അങ്കിത ഭണ്ഡാരിയുടെ കൊലപാതകം കൊണ്ട് ക്ഷീണിച്ച ഭരണപക്ഷത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം പയറ്റിയ വർഗീയതയേക്കാൾ മറ്റൊരു മരുന്നുമില്ലെന്ന് BJPക്ക് നന്നായി അറിയാം. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പുതിയ മുസ്ലിം സർവകലാശാല വിവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ മലനിരകളിൽ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ പ്രതിപക്ഷമായ കോൺഗ്രസ് വൻ സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് BJP വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴത്തെ മുസ്ലിം സർവകലാശാല വിവാദത്തിലും അവർ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സർവകലാശാല പുരോഗമിക്കുന്നത് എന്നാണ് ആരോപണം. സർ സയ്യിദ് അഹമ്മദ് ഖാനോട് സാദൃശ്യം തോന്നിക്കുന്ന തരത്തിൽ ഹരീഷ് റാവത്തിന്റെ മുഖം മോർഫ് ചെയ്ത് BJP പ്രചരിപ്പിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് ഇത് നീക്കം ചെയ്തുവെങ്കിലും BJP വിചാരിച്ച ലാഭം അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. പടിഞ്ഞാറൻ ഡെറാഡൂണിലെ ധോലസ് വില്ലേജിൽ 2005 ഷെയ്ഖുൽ ഹിന്ദ് എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് വാങ്ങിയ സ്ഥലത്ത് ചൊല്ലിയാണ് ഈ തർക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലാൻഡ് ജിഹാദ്, ഭൂമി കുംഭകോണം എന്നൊക്കെ പറഞ്ഞ് BJP ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രചാരണത്തെ സാമൂഹ്യ പ്രവർത്തകയായ സുജാത പോൾ കണക്കുകളും വസ്തുതകളും നിരത്തി ഖണ്ഡിച്ചിരുന്നു. 2004 സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെയാണ് ഈ ട്രസ്റ്റ് സ്കൂൾ തുടങ്ങാനുള്ള സ്ഥലം വാങ്ങാൻ നടപടി തുടങ്ങിയതെന്ന് ഇവർ വാദിക്കുന്നു. ND തിവാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് സ്ഥാപനങ്ങൾക്ക് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾക്കായി സ്ഥലം വാങ്ങാൻ അനുമതി നൽകിയത്. ആ വർഷം തന്നെ ഇവർ 15.19 ഏക്കർ സ്ഥലം വാങ്ങി. ബാക്കിയുള്ള സ്ഥലം വാങ്ങാൻ ട്രസ്റ്റ് സമയം നീട്ടി ചോദിച്ചെങ്കിലും അവർക്ക് വാങ്ങാനായില്ലെന്ന് മാത്രമല്ല, സർക്കാർ പിന്നീട് അനുമതി നിഷേധിക്കുകയും സ്ഥലം ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു. സുരക്ഷാ കാരണങ്ങളും ഇതോടൊപ്പം ഉന്നയിക്കപ്പെട്ടിരുന്നു. ട്രസ്റ്റ് ആവട്ടെ അതിനെതിരെ കോടതിയെ സമീപിച്ചു. ട്രസ്റ്റ് നേരത്തെ വാങ്ങിയ 15.19 ഏക്കർ സ്ഥലം ഒരു കാരണവശാലും സർക്കാരിന് ഏറ്റെടുക്കാൻ അധികാരമില്ലെന്നും അത് ട്രസ്റ്റിന് കൈവശം വെക്കാമെന്നുമായിരുന്നു കോടതി വിധി. അതേസമയം സുരക്ഷാ കാരണങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സർക്കാരിന്റെ അനുമതിയോടെ ട്രസ്റ്റിന് സ്ഥലം വിൽക്കാമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. പിന്നീട് ട്രസ്റ്റ് സ്ഥലം പ്ലോട്ടുകളാക്കി വിൽപ്പന നടത്തി. ഇതിനെതിരെയാണ് ലാൻഡ് ജിഹാദ് ആരോപണമായി BJP രംഗത്തെത്തിയത്. എന്നാൽ സുജാത പോൾ പുറത്തുവിട്ട രേഖകൾ പ്രകാരം സ്ഥലം വാങ്ങിയത് മുഴുവൻ അമുസ്ലിങ്ങളായിരുന്നു. അതിൽ മുൻ സൈനികരും അധ്യാപകരും മറ്റുമാണ് ഉള്ളത് താനും. ഈ സ്ഥലത്തിന്റെ കാര്യത്തിലാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇപ്പോൾ പുതിയ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് സർക്കാർ തുടങ്ങിവെച്ച ഒരു മുസ്ലിം സർവകലാശാലയ്ക്കുള്ള ഭൂമി തട്ടിപ്പ് BJP തകർത്തു എന്നും ആ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്നു എന്നുമാണ് BJP പ്രഖ്യാപിച്ചത്. കാർഷിക ഭൂമിയാണിതെന്നും ആരും ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുമുള്ള നിലപാടിലാണ് പ്രാദേശിക വികസന അതോറിറ്റി ഇപ്പോൾ ഉള്ളത്. അവിടെ നടത്തിയ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെച്ച് BJP ഒരു കളി കളിക്കും എന്ന് തന്നെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത്. BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത് RSS ആണെന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തമിഴ്നാട്ടിലെ BJPയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയെ RSS ഇപ്പോൾ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ആ പദവിയിലുണ്ടായിരുന്ന കേശവ വിനായകത്തെ മാറ്റി കന്യാകുമാരി ജില്ലയിലെ പ്രശോഭകുമാറിനെയാണ് ഇപ്പോൾ സംഘടനാ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ മണ്ഡലങ്ങളിൽ യാത്ര നടത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ 72 അംഗ ടീമിനെ പറഞ്ഞയക്കുമെന്ന വിനായകത്തിന്റെ പ്രസ്താവന BJP നേതൃത്വത്തിന് അത്ര കണ്ട് പിടിക്കാത്തതും അതേ തുടർന്ന് ചില വിട്ടുനിൽക്കലുകൾ ഉണ്ടായതോടെയാണത്രേ ഇദ്ദേഹത്തെ RSS തിരിച്ചു വിളിച്ചത്. തങ്ങളോട് ആലോചിക്കാതെ സംഘടനാ സെക്രട്ടറി പലതും ചെയ്യുന്നു എന്നാണ് BJP നേതൃത്വത്തിന്റെ ആരോപണം. പ്രതിഷേധത്തിന്റെ മുന്നിൽ BJP നേതാവ് അണ്ണാമലൈ കുപ്പുസ്വാമിയാണ്. 2019 ബംഗളൂരു സൗത്തിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിരിക്കെ അണ്ണാമലൈ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിയത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു. എങ്കിലും പിന്നീട് രാഷ്ട്രീയത്തിൽ സജീവമായി. പക്ഷേ പോലീസിനെ പോലെ കാര്യങ്ങൾ വഴിക്ക് വരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ സൂചിപ്പിക്കുന്നത്. 2020 BJPയിൽ ചേർന്ന അദ്ദേഹം 2021 തന്നെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായി. സഖ്യകക്ഷിയായിരുന്ന AIADMKയെ സംബന്ധിച്ചിടത്തോളം ഗൗണ്ടർ സമുദായത്തിൽ നിന്ന് തന്നെ ഒരാൾ നേതൃത്വത്തിലേക്ക് വരുന്നത് സംസ്ഥാനത്തിന്റെ ഭരണമേഖലയിൽ സൃഷ്ടിച്ചേക്കാവുന്ന മത്സരത്തെക്കുറിച്ച് ആശങ്കയുണ്ടാക്കിയിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിലെ തന്റെ ആരാധകരെ കൊണ്ട് അണ്ണാമലൈ പെട്ടെന്ന് തന്നെ താരമായി ഉയർന്നു. BJP വേണ്ട രീതിയിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നില്ലെന്ന് ഈ ആരാധക വൃന്ദത്തിന് അഭിപ്രായമുണ്ടെങ്കിലും അത് പരിഗണിക്കാൻ BJP തയ്യാറായിട്ടില്ല. തുടക്കത്തിലുണ്ടായിരുന്ന പരിവേഷമൊന്നും പിന്നീട് കിട്ടിയിട്ടുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സംഘടനാ സെക്രട്ടറിയെ മാറ്റുന്ന തീരുമാനം അണ്ണാമലൈക്ക് അനുകൂലമായിട്ടുള്ളതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെങ്കിലും തിരിച്ചു വരാനായില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് BJPക്ക് നന്നായി അറിയാം.
അണ്ണാമലയെ ഒതുക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് കേശവ വിനായകം എന്നൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ അത് അപകടമുണ്ടാക്കുമെന്നാണ് BJP കരുതുന്നത് എന്ന് വ്യക്തം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP വിളിച്ച യോഗത്തിൽ അണ്ണാമല ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ടായില്ല എന്നാണ് വാർത്തകൾ. തന്നെ ഏൽപ്പിച്ച മണ്ഡലങ്ങളിൽ വിജയം നേടാൻ എന്ത് നയമാണ് BJP സ്വീകരിക്കുന്നത് എന്ന അണ്ണാമലയുടെ ചോദ്യത്തിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നും ഉണ്ടായില്ല അത്രേ. നയമില്ലാതെ താൻ എന്താണ് ചെയ്യേണ്ടതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എൻ മണ്ണ് എൻ മക്കൾ എന്ന പ്രമേയത്തിലൂന്നി 234 അസംബ്ലി മണ്ഡലങ്ങളിലൂടെയും അണ്ണാമലയുടെ നേതൃത്വത്തിൽ ജാഥ നടന്നിരുന്നു. ഫലശൂന്യമായിരുന്നു യാത്രകൾ. എന്നാലും വോട്ട് ശതമാനം കൂടിയെന്നായിരുന്നു BJPയുടെ അവകാശവാദം. ചില വർഗീയ കാർഡുകളൊക്കെ ഇറക്കി കളിക്കാനും അദ്ദേഹം മുതിർന്നിരുന്നു. എന്നിട്ടും തമിഴ്നാടിന്റെ മണ്ണറിഞ്ഞു കളിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടില്ലെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണയേക്കാൾ 20% അധികം സീറ്റ് നേടുമെന്നാണ് നിലവിൽ BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. അതേസമയം സംസ്ഥാനത്തെ 1.31 കോടി സ്ത്രീകൾക്ക് 5000 രൂപ വെച്ച് നൽകി തിരഞ്ഞെടുപ്പിന് രംഗമൊരുക്കിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ സ്റ്റാലിൻ. ബംഗാളിൽ ബാബരി മസ്ജിദ് നിർമ്മാണം തുടങ്ങിയെന്ന വാർത്തയാണ് അടുത്തത്. മുർഷിദാബാദ് ജില്ലയിലെ ബൽദംഗയിലാണ് സംഭവം. ഇതിന്റെ പ്രായോജകൻ തൃണമൂൽ സസ്പെൻഡ് ചെയ്ത MLA ഹുമയൂൺ കബീർ 50-55 കോടി രൂപ ചെലവാക്കി 2 കൊല്ലം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്നാണ് ഇദ്ദേഹത്തിന്റെ അവകാശവാദം. തൃണമൂലിൽ നിന്ന് സസ്പെൻഷൻ ആയ ശേഷം ജനതാ ഉന്നയൻ പാർട്ടി എന്ന പേരിൽ പുതിയ പാർട്ടിക്ക് രൂപം നൽകിയിരുന്നു ഇദ്ദേഹം. കഴിഞ്ഞ ഡിസംബർ 6-നായിരുന്നു പള്ളിയുടെ തറക്കല്ലിടൽ. ബാബരി മസ്ജിദ് നിർമ്മിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ തന്നെ പുറത്താക്കിയ മമതാ ബാനർജിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യില്ല എന്നാണ് ഹുമയൂണിന്റെ പ്രഖ്യാപനം. ഇന്നത്തെ ഇന്ത്യാസ്കാർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.